ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. An atom X38 is bombarded by shower of fundamental particles and in 10 seconds this atom absorbed 10 electrons, 10 protons and 9 neutrons. Okay. The percentage growth എന്തിലുള്ള surface area of the nucleons is recorded by. യെസ്, അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു 4πr² ആണ്. ആൻഡ് ആർ ഈസ് ഈക്വൽ ടു r0 a⁻⁴ r0 a⁻⁴. ഓക്കെ യെസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറയാം എസ് പ്രൊപ്പോർഷണൽ ടു r² ആണ്. എസ് പ്രൊപ്പോർഷണൽ ടു r² ഓർ എസ് പ്രൊപ്പോർഷണൽ ടു a⁻²/3 a⁻²/3. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് S1/S2 അല്ലെങ്കിൽ എസ് ഇനീഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കാം. എസ് ഇനീഷ്യൽ പ്രൊപ്പോർഷണൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a എന്ന് പറഞ്ഞത് അവിടെ 8 ആണ്. അപ്പോൾ 8⁻²/3 ആണ്. ഓർ ഇനീഷ്യൽ സർഫസ് ഏരിയ പ്രൊപ്പോർഷണൽ ടു 2⁻³ 2⁻²4. യെസ്. അതുപോലെ എസ് ഫൈനൽ പ്രൊപ്പോർഷണൽ ടു എസ് ഫൈനൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഈ 8 ഉണ്ട്. പിന്നെ 10 ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് നമ്പറിൽ മാറ്റം വരുമോ? ഇല്ല. ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്താൽ മാസ് നമ്പറിൽ ചേഞ്ച് വരില്ല. അപ്പോൾ നമുക്ക് പുതിയ എ എന്ന് പറയുന്നത് 8 പ്ലസ് 10 പ്രോട്ടോൺസ് 9 ന്യൂട്രോൺസ്. അപ്പോൾ 10 + 9 വരും. കാരണം പ്രോട്ടോണും ന്യൂട്രോണും മാസ് നമ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇലക്ട്രോണും മാസ് നമ്പറിനെ ഇൻഫ്ലുവൻസ് ചെയ്യൂല. r2/2/3 or SF proportional to 27⁻²/3. റെഡി അല്ലേ? ഓർ SF proportional to 9 3² അല്ലേ, 3² 9 കിട്ടി. ഓക്കെ, നൗ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ്. ഈ പെർസെൻറ്റേജ് ഗ്രോത്ത് ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ അതിൽ വരുന്നത്. നോക്കാം. ആക്ച്വലി പെർസെൻറ്റേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച്, പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അല്ലേ, പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മൾ എങ്ങനെ കാണാം, ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100%. അപ്പോൾ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ എസ്, that is SF minus S initial divided by S initial into 100% ആണ് വരേണ്ടത്. Therefore ഇവിടെ ആ കോൺസ്റ്റന്റ് നമുക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ SF നമുക്ക് എന്ത് കൊടുക്കാം, 9 - 4 divided by 4 into 100%. That is equal to 5/4 into 100% or 500/4 അല്ലേ. 500 divided by 4 എന്ന് പറയുമ്പോൾ 125% ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓപ്ഷൻസ് നോക്കൂ, ഓപ്ഷനിൽ അതുണ്ടോ? ഓപ്ഷനിൽ അതില്ല. 125% ആണ്. അപ്പോൾ 125% അതിലില്ല. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് 125 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ബട്ട് NTA ഇതിന് കൊടുത്ത കീ എന്ന് പറയുന്നത് അത് ഓപ്ഷൻ 3 ആണ്. 225% ആണ് NTA കൊടുത്തിട്ടുള്ളത്. അപ്പോൾ NTA എന്തുകൊണ്ടാണ് അത് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് അവിടെ മിസ്സിങ്? കാരണം പെർസെൻറ്റേജ് ഗ്രോത്തും തന്നെയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവ തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ NTA എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ SF-ഉം SF ഡിവൈഡഡ് ബൈ S ഇനീഷ്യൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഫൈനൽ സർഫസ് ഏരിയ 9/4 അല്ലേ. അപ്പോൾ റേഷ്യോ കൊടുത്താൽ 9/4 കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫൈനൽ സർഫസ് ഏരിയ ഈക്വൽ ടു 9/4 ടൈംസ് ഇനീഷ്യൽ സർഫസ് ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25 ഇനീഷ്യൽ സർഫസ് ഏരിയ. എന്ന് വെച്ചാൽ അതിനെ പെർസെൻറ്റേജ് ആക്കിയാൽ എന്താ കിട്ടുക, 225% of initial surface area. 225% of initial surface area. ഇതാണ് ഫൈനൽ.
മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതായിരിക്കും ശരിക്കും NTA ചിലപ്പോൾ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഫൈനൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത് 225% ഓഫ് ഇനീഷ്യൽ സർഫസ് ഏരിയ ആണ്. പക്ഷെ അതിന് പെർസെൻറ്റേജ് ഗ്രോത്ത് നല്ല പറയാം. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഉണ്ടായി എന്നുള്ളതല്ലേ ഗ്രോത്ത്, അല്ലേ? 100 200 ആയി കഴിഞ്ഞാൽ ഗ്രോത്ത് 200 ആണോ? അല്ല, ഗ്രോത്ത് 100 അല്ലേ അപ്പോൾ വരുള്ളൂ. ഏത് പോയിന്റിൽ നിന്നാണ് ഏത് പോയിന്റിലേക്ക് എത്തുക. ഇപ്പോൾ 50 ഉള്ളത് 100ലേക്ക് വന്നു. 50 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് 100 ആയി കഴിഞ്ഞാൽ അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എത്ര? ആ ചേഞ്ച് അല്ലേ ഗ്രോത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഐ സജസ്റ്റ് 225. പക്ഷേ ഈ ഓപ്ഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഇപ്പം എന്താണ്? കാരണം ഇതിനൊന്ന് പിക്ക് ചെയ്യാൻ നമ്മളോട് നിർബന്ധം പറഞ്ഞാൽ നമുക്ക് 225 പിടിക്കേണ്ടി വരും. പക്ഷേ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇറ്റ് ഈസ് 125%. ഐ തിങ്ക് സോ.